10 വർഷം പിണറായിക്ക് കഴിയാത്താണ് ഇപ്പോ UDF സർക്കാരിന് കഴിഞ്ഞിട്ടുള്ളത്. സത്യത്തിൽ ഇവരുടെയൊക്കെ എന്താ കൊള്ള നടത്തിയെന്ന് കഴിഞ്ഞ 10 വർഷക്കാലം. വെടിക്കെട്ടുകാരൻ ഉടുക്ക് കൊട്ടി പഠിപ്പിക്കാൻ വരണ്ട. ആദ്യത്തെ 10 വർഷം മുഴുവൻ റീൽസ് ഇട്ട് നടന്നു. അവസാനത്തെ 5 വർഷം വീണ വീട്ടി നടന്നു. ഇതൊക്കെ നടന്ന ആ ഒരു ദുരന്തം മാത്രമേ ആരോഗ്യ മേഖലയ്ക്കുള്ളൂ. ബാക്കി ഒരു കുഴപ്പമില്ല. ബാക്കിയുള്ളതൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനാണ് തൊലിക്കെട്ടി അപാരം എന്ന് പറയുന്നത്. അന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്ന തറക്കല്ലിടുന്ന ദിവസത്തെ അന്നത്തെ പത്രത്തിലെ വാർത്ത എന്ന ദേശാഭിമാനിയിൽ വിഴിഞ്ഞം കടപ്പുറം അദാനിക്ക് വിറ്റു. അതായിരുന്നു അന്നത്തെ ഹെഡിങ്. കടൽ ബോംബ്, കടൽ കൊള്ള, ഇതൊക്കെയാണ് എഴുതി വെച്ചിരുന്നത്. ബോംബ് പിന്നെ നമ്മുടെ ഇതായിരുന്നു, നമ്മുടെ പൈപ്പ് ലൈൻ. അതിനാണ് മറ്റേ ഭൂമി കൂടെ ബോംബ് പൊട്ടാൻ പോവാ. ഇതൊക്കെ ഇവരും എന്തിനു നടപ്പാക്കി. നമുക്ക് പിന്നെ നടപ്പാക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് നമ്മളൊന്നും ചെയ്തില്ല. അതും പൂർണ്ണതയിലെത്തിയിട്ടില്ല, തുടങ്ങി വെച്ചു എന്ന് മാത്രം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള നിരവധി ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നടന്ന, അതുപോലെ മെട്രോ, അതിനെക്കുറിച്ച് അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ ഒരു വാചകനെ എപ്പോഴും ഓർക്കുക. ജയശങ്കർ പറഞ്ഞു, കൊച്ചി മെട്രോയ്ക്ക് റെയില് പണിത് ഉമ്മൻചാണ്ടി, ബോഗി വാങ്ങിയത് ഉമ്മൻചാണ്ടി, അവസാനം പരീക്ഷണോട്ടം നടത്തിയ ഉമ്മൻചാണ്ടി, തലേ ദിവസം 2 കോട്ട് പെയിന്റ് അടിച്ച് ഉദ്ഘാടനം ചെയ്ത പിണറായി വിജയനും കേന്ദ്ര സർക്കാർ. എല്ലാ വർക്കും അദ്ദേഹം ചെയ്തു വെച്ചതാണ്. പരീക്ഷണോട്ടം വരെ കഴിഞ്ഞു. ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യേണ്ട ജോലി മാത്രമേ ഇവർക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതിന് പ്രധാനമന്ത്രി വന്നപ്പോ അവിടുത്തെ MLA-യും MP-യെയും വണ്ടിയിൽ ആ ട്രെയിനിൽ കയറ്റിയില്ല. ഇലക്ഷനിൽ ഞാൻ തോൽപ്പിച്ച കുമ്മനാണ് അന്ന് ട്രെയിനിൽ കയറി. പരീക്ഷണോട്ടം അതൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ ആരാണ് സംഘപരിവാറിന് കീഴടങ്ങി? പിണറായിയുടെ കാലത്തല്ലേ. ഇങ്ങനെയൊക്കെയുള്ള നിരവധി കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറയും. അതുകൊണ്ട് തീർച്ചയായും UDF സർക്കാരിനെ സംബന്ധിച്ച് കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നടപ്പാക്കിയ വികസനങ്ങളുടെ ബാക്കി പത്രം അത് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ഇന്ന് UDF സർക്കാരിന്റെ ലക്ഷ്യം എന്ന് ആമുഖമായി പറയാൻ ഞാൻ ഈ സന്ദർഭത്തിൽ വിനിയോഗിക്കും. ഞാൻ മറ്റു ദീർഘമായിട്ടൊന്നും സംസാരിക്കുന്നില്ല. UDF സർക്കാരിനെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം, പറഞ്ഞ വാഗ്ദാനങ്ങൾ 5 വാഗ്ദാനങ്ങൾ നൽകിയതിൽ 2 വാഗ്ദാനങ്ങൾ പൂർത്തീകരിച്ചു. ഒന്ന് പ്രിയദർശിനി ബസ് സർവീസ് തുടങ്ങി, നന്നായി. ഇപ്പൊ എല്ലാവരും പറയുന്നത് ഞങ്ങളുടെ അവിടെ റൂട്ട്, ഞാനിപ്പോ KSRTC-യിൽ എൻ്റെ നിയോജകമണ്ഡലത്തിന്റെ ഒരു ഉപദേശ സമിതി യോഗത്തിൽ പങ്കെടുത്തിട്ടാണ് ഞാൻ വരുന്നത്. ഇടതുപക്ഷക്കാരൻ വരെ പറയുന്നത് ഇവിടെ നമുക്കും വേണം ഒരു പ്രിയദർശിനി ബസ് വേണം. അതിനെ സ്ത്രീകൾ അത്രയേറെ എന്നെ സ്വാഗതം ചെയ്തു കഴിഞ്ഞു. അതുപോലെ തന്നെ വയോജനങ്ങൾക്ക് ഒരു പ്രത്യേക വകുപ്പ്, എനിക്ക് വന്ന് ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിയ ആ ഒരു വകുപ്പിനാണ്. കാരണം അത്രയേറെ വൃദ്ധജനങ്ങൾ ഇന്ന് വീടുകളിലൊക്കെ വിഷമിക്കുകയാണ്. അപ്പൊ ആ വകുപ്പ് രൂപീകരിച്ചു. ഇതൊക്കെ ഇന്നലെ മിഞ്ഞാന്നാണ് 2 മാസമായത് ഈ സർക്കാർ വന്നിട്ട്. പക്ഷെ അതിനുള്ളിൽ തന്നെ 2 പ്രധാന വാഗ്ദാനങ്ങൾ പാലിക്കുക. അതിനു പുറമെ ആദ്യത്തെ ഫസ്റ്റ് ക്യാബിനറ്റ് സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യ ക്യാബിനറ്റിൽ തന്നെ ആശാ വർക്കർമാർ ഓണറേറിയം വർദ്ധിപ്പിച്ച് തീരുമാനമെടുത്തതും ഈ സർക്കാരാണ്. അംഗൻവാടി ജീവനക്കാർക്ക് 1000 രൂപ വർദ്ധിപ്പിച്ചതും പാചക തൊഴിലാളികളുടെ 1000 രൂപ വർദ്ധിപ്പിച്ചത് ഈ സർക്കാരാണ്. അപ്പോൾ ഒരു സർക്കാർ അധികാരത്തിൽ വന്ന് 2 മാസമാകുമ്പോഴേക്കും ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. 10 വർഷം പിണറായിക്ക് കഴിയാത്താണ് ഇപ്പോ UDF സർക്കാരിന് കഴിഞ്ഞിട്ടുള്ളത്. സത്യത്തിൽ ഇവരുടെയൊക്കെ എന്താ കൊള്ള നടത്തിയെന്ന് കഴിഞ്ഞ 10 വർഷക്കാലം. ഞാൻ അത്ഭുതപ്പെട്ട ഒരു കാര്യം, HDS-ന് ഉള്ള വരുമാനം കോവിഡ് കാലത്ത് 46 ലക്ഷം രൂപ ബാങ്കിൽ അടച്ചില്ല. വരുമാനം വന്നു, 46 ലക്ഷം ബാങ്കിൽ അടച്ചില്ല. അതൊക്കെ അന്വേഷിക്കുമ്പോഴാണ് ഇപ്പൊ ചിലർക്ക് ഇപ്പൊ ക്രിമിനൽ തുടങ്ങിയത്. അതുപോലെ തന്നെ ആലപ്പുഴയിൽ ചെന്നപ്പോ അവസ്ഥ, ബാനർ കെട്ടി സ്വന്തം വായിക്ക് സാധനങ്ങൾ കൊടുക്കുക. ഭക്ഷണം കൊടുക്കുന്നതിന് ആരും ഇതിനൊന്നുമില്ല, ആര് ഫ്രീ കൊടുക്കുന്നു നമുക്ക് സന്തോഷമാണ്. പക്ഷേ എന്ന് വെച്ച് ഭൂമി കയ്യേറുക. മെഡിക്കൽ കോളേജിൽ പ്രധാന ഭാഗങ്ങളൊക്കെ കയ്യേറി ബോർഡ് വയ്ക്കുക. കഴിഞ്ഞ ദിവസം ഒരു ക്രിട്ടിക്കൽ യൂണിറ്റിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിന്റെ തലേദിവസം എനിക്ക് അവിടുത്തെ സൂപ്പറിന്റെ ഫോൺ വരിക. അത് സേവാഭാരതിക്കാർ പറയാണ്, ഞങ്ങൾ ഇവിടെ ഭക്ഷണം കൊടുത്തോണ്ടിരുന്നാണ്, ഞങ്ങൾക്ക് വേറെ സ്ഥലം തരാതെ ഈ സ്ഥലത്ത് ഞങ്ങൾ ഇറങ്ങിപ്പോയില്ല.
ഞാൻ ഇറക്കി വിടാൻ പറഞ്ഞു. ഇവിടെ അവസാനിക്കുന്നില്ല. 10 വർഷം ഉപകരണങ്ങൾ വാരി കൂട്ടി ഒറ്റൊന്ന് രോഗിക്ക് സഹായമാവാതെ അവിടെ വെച്ച് കൂട്ടി കിടക്കുക. വാങ്ങിച്ച കമ്മീഷന്റെ കണക്ക് ഇതൊക്കെ പുറത്തു വരും. അതുകൊണ്ടാണ് ഇപ്പോ പേടിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ളത്. ഇതൊക്കെ എത്ര കണ്ടാന്നൊക്കെ കണ്ടു പറയുന്നതല്ലേ, വെടിക്കെട്ടുകാരൻ ഉടുക്കു കൊട്ടി പേടിപ്പിക്കാൻ വരണ്ട, ഇത് കണ്ടാലൊന്നും പേടിക്കില്ല. അതുകൊണ്ട് അതൊക്കെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ആരോഗ്യ രംഗത്തൊക്കെ നടപ്പാക്കിയ പദ്ധതികൾ പൂർത്തി അധികം തുടങ്ങിയാണ് രണ്ടാമത്തെ മെഡിക്കൽ കോളേജ്. ഞാൻ അത്ഭുതപ്പെടുന്നത് 100 സീറ്റ് കിട്ടിയിട്ട് 100 സീറ്റ് സാങ്ഷൻ ചെയ്തിട്ട് അതിലില്ലാതാക്കി. അതെ, 1000 കുട്ടികൾ MBBS കഴിയേണ്ടതാണ് ഇപ്പോ. എന്നിട്ട് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വയനാട്ടിലെ മടക്കിമലയിൽ ഒരു മെഡിക്കൽ കോളേജിന്റെ തറക്കല്ലിട്ടു. അത് ശ്രീ വീരേന്ദ്രകുമാറിന്റെ കുടുംബം സൗജന്യമായിട്ട് വിട്ടു. ആ ഭൂമി ഉപേക്ഷിച്ചിട്ട് മാനന്തവാടി ജില്ലാ ആശുപത്രിയുടെ മെഡിക്കൽ കോളേജാക്കി പ്രഖ്യാപിച്ചു. ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ പോയി. പിന്നെ എന്തായാലും അംഗീകാരം കളയാൻ പാടില്ലല്ലോ, കാരണം അവിടെ UDF ജയിച്ച് ആ നിയോജകമന്ത്രി. ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ അവസ്ഥ എന്താ പറയുക, നഴ്സിംഗ് വിദ്യാർത്ഥികളും MBBS വിദ്യാർത്ഥികളും ഒരേ ഹോസ്റ്റലിൽ താമസം. 46 കുട്ടികൾക്ക് ഒരു ബാത്റൂം. ആലോചിച്ചു, 46 കുട്ടികൾക്ക്. ഇതൊക്കെയായിരുന്നു അഭ്യാസങ്ങൾ. ഇവിടെ എല്ലാ സൗകര്യങ്ങളുള്ള ഒരു മെഡിക്കൽ കോളേജ് അടച്ചുപൂട്ടി, സൗകര്യങ്ങളില്ലാത്ത സ്ഥലത്ത് കൊണ്ട് തുടങ്ങി. ഞാൻ പറഞ്ഞത് ഇപ്പൊ നമുക്ക് പൂർത്തിയാക്കിയല്ലേ പറ്റൂ. ഞങ്ങളുടെ അവിടെ ചെന്നിട്ടുള്ള ജോലി ഇവർക്ക് താമസിക്കാനുള്ള ഹോസ്റ്റൽ 2-3 ഹോസ്റ്റൽ ഇപ്പൊ മുനിസിപ്പാലിറ്റി വാങ്ങിച്ചിട്ട് നമ്മളാണ് ഇപ്പോൾ അവരുടെ കെട്ടിടം വിട്ടുവന്നു. അംഗീകാരം നിലനിർത്താനുള്ള എല്ലാ ഏർപ്പാടും. ഇനിയിപ്പോ നീറ്റിന്റെ റിസൾട്ട് വന്നു, ഇനി കുട്ടികൾ വരും. ആ കുട്ടികളെയും കൂടെ അക്കോമഡേറ്റ് ചെയ്യണ്ടേ? അതിനും കൂടെ മുൻകൂട്ടി കണ്ടുകൊണ്ട് താമസ സൗകര്യത്തോടെ വെച്ചിട്ടുണ്ട്. അതേസമയം അതാണ് ഞാൻ പറഞ്ഞത്, ഇന്നിപ്പോ ഏതാണ്ട് 11ഓളം മെഡിക്കൽ കോളേജുകളായി കേരളത്തിൽ. സർക്കാരിന്റെ നമ്മുടെ UDF സർക്കാരിന്റെ കാലത്ത് വന്ന ഇവര് പൂട്ടിയെന്നല്ലാതെ ഒരെണ്ണം പോലും പുതിയ തുടങ്ങിയിട്ടില്ല. ദൈവം സഹായിക്കും. കഴിഞ്ഞ 10 വർഷം അധികാരത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ 10 വർഷം മുഴുവൻ റീൽസ് ഇട്ട് നടന്നു. അവസാനത്തെ 5 വർഷം വീണ വീട്ടി നടന്നു. ഇതൊക്കെ നടന്ന ആ ഒരു ദുരന്തം മാത്രമേ ആരോഗ്യ മേഖലയ്ക്കുള്ളൂ. ബാക്കി ഒരു കുഴപ്പമില്ല. ബാക്കിയുള്ളതൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പകർച്ചവ്യാധികളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞു, മരണങ്ങളുടെ സംഖ്യ കുറയ്ക്കാൻ കഴിഞ്ഞു, നിപ രോഗിയെ പോലും രക്ഷിക്കാൻ കഴിഞ്ഞു. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആരോഗ്യ മേഖല മറ്റു മേഖല ഇതിനേക്കാൾ ഇതുപോലെ തന്നെ മറ്റു മേഖലയിൽ നടന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ 2 മാസമായിട്ടേ ഉള്ളൂ. 2 മാസം കൊണ്ട് 10 വർഷത്തെ ദുരന്തത്തിന് പരിഹാരം ഉണ്ടാക്കുന്നതിൽ ഒരുപാട് മുന്നേറാൻ VD സതീശന്റെ ഗവൺമെന്റിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഞാൻ സത്യത്തിൽ ഈ വകുപ്പ് എടുക്കുമ്പോ മരുന്ന് വാങ്ങിയതിനും ഒക്കെ 2500 കോടി കട. ആ കടം വെച്ചിട്ടാണ് അതിനെയൊക്കെ മറികടന്ന് മെഡിക്കൽ കോളേജ്, പുതിയ മെഡിക്കൽ കോളേജ് തുടങ്ങിയത്. ഉള്ള മെഡിക്കൽ കോളേജിന്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും അതോടൊപ്പം തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിലത്ത് കിടക്കുന്ന സമ്പ്രദായം അവസാനിപ്പിക്കാനും. വേനാട് കോട്ടയിൽ ഞാൻ ചെന്ന് നോക്കിയപ്പോ കുറെ ബെഡ് വെറുതെ കിടക്കുക, ഡോക്ടർമാർക്ക് പോലും. മെഡിക്കൽ കോളേജാണെങ്കിൽ ഡോക്ടർമാർ ശീർഷാസനത്തിൽ നിൽക്കുക ജോലി ചെയ്തിട്ട്. അപ്പൊ ഞാൻ ഇത് കുറെ രോഗികൾ അങ്ങോട്ട് മാറ്റി. അപ്പൊ രണ്ടും 2 വകുപ്പിലാണ്. ഒന്ന് DHSന്റെ കീഴാണ്, മറ്റേത് DMEയുടെ കീഴിൽ. രണ്ടുപേരും ഒരുമിച്ചിരുന്നു, രണ്ടുപേരും സമ്മതിച്ചു അങ്ങോട്ട് മാറ്റാം. അതൊക്കെ ചെയ്യാൻ കഴിഞ്ഞു. അപ്പൊ ഇതൊക്കെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളല്ലേ. ഈ കടത്തിന്റെ ഇടയിലാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ നടന്നത്. മുഖ്യമന്ത്രിയോട് ചോദിക്കും, അദ്ദേഹം ധൈര്യമായിട്ട് മുന്നോട്ട് പോയി. അതിനൊക്കെ നമുക്ക് വഴിയുണ്ടാക്കാം. കുറെ കാശ് അദ്ദേഹം തന്നു. അതിപ്പോ മരുന്ന് കമ്പനിയിൽ കുറച്ച് കടം തീർത്തിട്ട് ഇന്നും നാളേക്ക് ഏറ്റവും മരുന്ന് പൂർണ്ണമായിട്ടും കൊടുക്കാൻ കഴിയും. പിന്നെ മാധ്യമങ്ങൾ ഒരു വിമർശനാത്മകമായിട്ടുള്ള സമീപനം ചെയ്ത് എനിക്കൊരു പരാതിയില്ല, നല്ലതാണ്. കുഴപ്പങ്ങളുണ്ടെങ്കിൽ എനിക്കും തിരിച്ചറിയാൻ കഴിയുമല്ലോ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ ഇന്നുള്ള ചില സ്വകാര്യ ആശുപത്രികൾ അതിപ്പോ ആ മാനേജ്മെന്റ് കീഴിലല്ല. എനിക്കും നിങ്ങൾക്കും പരിചയമുള്ള മാനേജ്മെന്റുകളുടെ കീഴിലല്ല. അതിന്റെ 60% ഷെയറുകൾ ഒരു അമേരിക്കൻ കമ്പനി ഷെയർ വാങ്ങിച്ചു വരും. എന്താ കാരണം? അവരോട് പറയാം, നിങ്ങൾക്ക് കുറച്ച് കടക്കില്ലേ, നിങ്ങൾ തീർത്തുതരാം. അവർ 60% ഷെയർ കൊടുത്തു. ഈ പഴയ സ്വകാര്യ ആശുപത്രികളെ കൊണ്ട് സർക്കാർ ഒരു കുഴപ്പമുണ്ടാകില്ല. അവരവരുടെ കാര്യം നോക്കി നടന്നു.
ഇപ്പോഴതല്ല. ഈ ഭീമന്മാര് വന്ന് ഇതൊക്കെ കൈയടക്കിയിട്ട് സർക്കാർ ആശുപത്രികളെ മോശാക്കാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത്. സർക്കാർ ആശുപത്രി കൊള്ളില്ല, നിങ്ങൾ അവിടെ ചെന്നാൽ നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുന്നൊക്കെ പ്രചരണം നടത്തിയാൽ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകും. ഞാൻ ഈ നിലത്ത് കിടത്തൽ ഒഴിവാക്കുന്ന പറഞ്ഞപ്പോൾ ചില വിദ്വാന്മാർ പറഞ്ഞു കേട്ടാ സ്വകാര്യ ആശുപത്രിയെ പ്രോത്സാഹിപ്പിക്കാനാണ്. ഞാൻ ഇങ്ങനെ സർക്കാർ ആശുപത്രിയിൽ ഇങ്ങനെ മാറ്റം മാറുന്ന അവരും വിചാരിച്ചില്ല.